നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു UAE-യിൽ രഹസ്യ സന്ദർശനം നടത്തി എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് തന്നെയാണ് ഇത്തരമൊരു വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ UAE ഇത്തരമൊരു വാർത്ത നിഷേധിച്ചും രംഗത്ത് വരുന്നുണ്ട്. മാർച്ച് 26, അതായത് ഇസ്രയേലും ഇറാനുമായിട്ടുള്ള യുദ്ധം നടക്കുന്നതിനിടയിൽ നെതന്യാഹു UAE-യിലുള്ള അൽ ലൈൻ നഗരത്തിൽ എത്തിയെന്നും UAE പ്രസിഡന്റായിട്ടുള്ള മുഹമ്മദ് ബിൻ സയ്യിദുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുമാണ് ഇസ്രയേൽ പറയുന്നത്. ഇസ്രയേൽ പറയുന്ന കാര്യം മാത്രമാണിത്. ഇത് ശക്തമായി തന്നെ UAE എതിർക്കുന്നുമുണ്ട് ഇത്തരമൊരു വാർത്ത. ഇസ്രയേൽ പറയുന്നത് മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഒരു ചർച്ചയാണ് ഈ രണ്ട് നേതാക്കളും തമ്മിൽ ഉണ്ടായതെന്നാണ്. അതായത് റീജിയണൽ സെക്യൂരിറ്റി, അതുപോലെ തന്നെ ഇറാനിൽ നിന്നുള്ള ഭീഷണി തുടങ്ങിയവയെല്ലാം ഈ ഒരു ചർച്ചയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ ഇതിനെ ഹിസ്റ്റോറിക്കൽ ബ്രേക്ക് ത്രൂ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 2020-ലാണ് ഈ ഇസ്രായേലുമായി എബ്രഹാം അക്കോർഡ്സ് എന്ന കരാർ വഴി ആദ്യമായി ഒരു ഔദ്യോഗിക ബന്ധം സ്ഥാപിച്ചിട്ടുള്ള രാജ്യവും ഇതേ UAE തന്നെയാണ് എന്നും ഈ ഒരു റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ നെതന്യാഹു UAE സന്ദർശിച്ചു എന്നുള്ള വാർത്ത അത് ശക്തമായി തന്നെ UAE നിഷേധിക്കുന്നുണ്ട്. അവർ പറയുന്നത്, അതായത് UAE പറയുന്നത് യാതൊരുവിധ രഹസ്യ സന്ദർശനവും നടന്നിട്ടില്ല. എന്നാൽ ഇതേ വിഷയത്തിൽ ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും പ്രതികരണം വരുന്നുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് ആരാക്ചി അദ്ദേഹം തന്റെ എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇറാനോട് ശത്രുത പുലർത്തുന്നത് അത് വളരെ വലിയൊരു വിഡ്ഢിത്തമാണ് എന്നാണ് അദ്ദേഹം തന്റെ എക്സിൽ കുറിച്ചിരിക്കുന്നത്. ഇസ്രയേലുമായി കൂട്ടുകൂടുന്നത് ക്ഷമിക്കാൻ കഴിയാത്ത കുറ്റമാണ് എന്നാണ് അബ്ബാസ് ആരാക്ചി പറയുന്നത്. സ്പെഷ്യലി ഇറാൻ അടുത്തുള്ള ഗൾഫ് രാജ്യങ്ങളോടാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്. ഇസ്രയേലുമായി കൂട്ടുകൂടുന്നത് പിന്നീട് ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്നാണ് അബ്ബാസ് ആരാക്ചി പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ചിലർക്കെങ്കിലും തോന്നാം ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന് ICC അറസ്റ്റ് വാറന്റ് എല്ലാം നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഈ UAE സന്ദർശിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും നെതന്യാഹു നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അതിൽ തന്നെ UAE കുറിച്ച് ചോദിച്ചാൽ UAE ICC അംഗരാജ്യമല്ല. അതിനാൽ തന്നെ നെതന്യാഹു UAE സന്ദർശിച്ചിട്ടുണ്ട് എങ്കിൽ കൂടിയും അതിനാൽ തന്നെ UAEക്ക് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യേണ്ട ബാധ്യത ഇല്ല എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അവിടെയാണ് നമ്മൾ എടുത്തു കാണേണ്ട മറ്റൊരു കാര്യം. ചില യൂറോപ്യൻ രാജ്യങ്ങൾ അവർ തുറന്നു പറയുന്നുണ്ട് നെതന്യാഹുവിനെ രാജ്യത്ത് അനുവദിക്കാൻ കഴിയില്ല എന്ന് ചില യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ തുറന്നു പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുള്ളതാണ്.